ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പരമാത്മാവ് ഇപ്പോഴത്തെ ആ ഒരു സമയം അനുസരിച്ച് നിങ്ങളോട് എന്ത് പറയുവാനാണ് ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയുള്ളത് എന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കഠിനമായിട്ടുള്ള ഒരു വഴിയാണ് നിങ്ങളിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു വഴി എന്ന് പറയുന്നത്. ഒരു മലയുടെ മുകളിൽ കയറേണ്ട ഒരവസ്ഥ വരത്തില്ല ഒരാൾക്ക്. അങ്ങനെ ഓരോ മലയുടെ മുകളിൽ നിങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്രയ്ക്ക് കഠിനമായിട്ടുള്ള ഒരു വഴിയിൽ കൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആ ഒരു വഴിയിൽ കൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മിസ്റ്ററി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ദൈവം പലതും മറച്ചു വച്ചേക്കാണ് നിങ്ങളുടെ മുന്നിൽ. നിങ്ങൾ പോകെ പോകെ മാത്രമേ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങളും അങ്ങനെയാണ്. നമുക്ക് പല കാര്യങ്ങളും മിസ്റ്ററി ആയിട്ട് തോന്നും. നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പറ്റത്തില്ല, അവരോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ ഉള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങളും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇവിടെ ഡെസ്റ്റിനി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ ആരോടും ഷെയർ ചെയ്യണ്ട എന്നാണ്. അതുകൊണ്ടാണ് ഒരു മിസ്റ്ററി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പല കാര്യങ്ങളും ഉണ്ടാവുന്നത്. കാരണം നിങ്ങൾ അറിഞ്ഞാലല്ലേ നിങ്ങൾക്ക് എല്ലാവരോടും ഷെയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങൾ എപ്പോഴാണോ എത്തിച്ചേരുന്നത് അതുവരെ ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ ആരോടും പറയരുത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. കാരണം മറ്റുള്ളവർക്ക് മനസ്സിലായാൽ അവർ എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കും നിങ്ങളുടെ ആ ഒരു വഴിയിൽ. അതുകൊണ്ടാണ് ആരോടും പറയണ്ട എന്ന് യൂണിവേഴ്സ് പറയുന്നത്. അത് ഒരു എന്താ പറയുക, രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനിയിലേക്ക് നിങ്ങൾ പോകുന്നത്. ഇവിടെ നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, നിങ്ങളുടെ ടാർഗറ്റിലെത്താൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ ഈശ്വരൻ നിങ്ങളോട് പറയുന്നത് ഇതാണ് നിങ്ങളുടെ ആ ഒരു മിസ്റ്ററി. ഈ ഒരു കാര്യത്തിൽ സഹായിക്കാൻ ആരും വേണ്ട, നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ മാത്രം മതി. ഇവിടെ ആരെങ്കിലും സഹായിച്ചാൽ മാത്രമേ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അങ്ങനെയില്ല, നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ മാത്രം മതി. ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ടോടു കൂടി നിങ്ങളുടെ എന്തോ ഒരു കാര്യം നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഉയരങ്ങൾ കീഴടക്കുന്നതാണ്, പക്ഷേ ഉയരങ്ങളിൽ എത്തുന്നതിൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത് ഒരു മിസ്റ്ററി ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ആദ്യം ഒന്നും മനസ്സിലാവത്തില്ല, പിന്നെ ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുന്നതാണ്. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഈ ഒരു സ്ഥിതിയിൽ എത്തുമ്പോൾ തോന്നും, ദൈവമേ എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല, ഇത് എങ്ങോട്ടാണ് എന്നെ ദൈവം കൊണ്ടുപോകുന്നത് എന്ന്. കുറച്ച് കൺഫ്യൂഷൻ വരും, പക്ഷേ പിന്നെ പോകെ പോകെ നിങ്ങളുടെ ഈ ഒരു കൺഫ്യൂഷൻ മാറുന്നതാണ്. അത് നിങ്ങൾക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല, അങ്ങനെ ഒരു അവസ്ഥ. ഇവിടെ നിങ്ങൾ സ്വയം ജഗ്ലിംഗ് സിറ്റുവേഷനിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല കരയണോ അതോ ചിരിക്കണമോ എന്ന്. കാരണം സിറ്റുവേഷൻസ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ. ഈ ഒരു ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഒരു രഹസ്യം അത് ഉറപ്പായിട്ടും അൺഫോൾഡ് ആകുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഒരു സന്തോഷം ലഭിക്കുമ്പോഴാണ് ആ ഒരു രഹസ്യം അൺഫോൾഡ് ആകുന്നത്. കാരണം നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ മിസ്റ്ററി ആയിട്ട് വയ്ക്കുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം. കാരണം നിങ്ങളുടെ ആ ഒരു സ്വഭാവം വളരെ പവിത്രമാണ്, പരിശുദ്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് തുറന്ന് എല്ലാവരോടും പറയും. അപ്പോൾ മിസ്റ്ററി ആയിട്ടിരുന്നാൽ നിങ്ങൾക്കൊന്നും ആരോടും പറയാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾക്ക് ലൈഫിൽ ആരോടും ഒരു വഴക്കോ ഒന്നും ഇടാൻ താല്പര്യമില്ല. ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടത് മാനസികമായിട്ടൊരു ശാന്തിയാണ്. ഇവിടെ ചില കാര്യങ്ങൾ സേഫും സെക്യൂറായിട്ട് ഇരിക്കണമെന്ന് ഉള്ളത് വളരെ അത്യാവശ്യമുള്ള ഇതാണ്. അതുകൊണ്ടാണ് ദൈവം അതെല്ലാം സേഫായിട്ടും സെക്യൂറായിട്ടും വയ്ക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഇവിടെ നിങ്ങൾക്ക് എന്താണോ അറിയാതിരിക്കുന്നത് അതേപോലെ ആൾക്കാർക്കും അറിയാതിരിക്കുന്നതാണ് നല്ലത്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ അവർ മോശം സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കാതിരിക്കത്തുള്ളൂ. ഇവിടെ നിങ്ങൾ ആ ഒരു വിജയത്തിലെത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്തിനാണ് ദൈവം നിങ്ങളുടെ ആ ഒരു വിജയത്തെ മറച്ചു വച്ചത്. നിങ്ങൾ വിജയിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം എന്തിനാണ് ദൈവം മറച്ചു വച്ചതെന്ന് അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇവിടെ നിങ്ങളുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തം പ്രയത്നത്താൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാകും. അത്രയ്ക്ക് ഒരു സാഹസികത നിങ്ങളിൽ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഇവിടെ നിങ്ങൾ ഏത് വഴിയിൽ കൂടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു ടാർഗറ്റ് സെറ്റാക്കിയാൽ ആ ഒരു ടാർഗറ്റിൽ എത്തുന്നവരെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യും. കാരണം അത്രമാത്രം ഒരു സാഹസികതയും നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള വഴിയിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെയാണ് ആ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള വഴി ചൂസ് ചെയ്തതും. വളരെ സരളമായിട്ടുള്ള വഴി എല്ലാവരും സ്വന്തമാക്കും. കാരണം അവർക്ക് കഠിനാധ്വാനം ചെയ്യാൻ പറ്റത്തില്ല. എളുപ്പത്തിൽ ഒരു വഴി ഉണ്ടെങ്കിൽ അതുവഴി പോകാനായിരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ നിങ്ങൾ ആകട്ടെ അത് ഡിഫിക്കൽട്ടായിട്ടുള്ള വഴിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ മുന്നിൽ സിറ്റുവേഷൻസ് പോലും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസാണ് ദൈവം നിങ്ങൾക്ക് മുന്നിൽ വച്ചത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള വഴിയല്ലേ ചൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇതേപോലെ ഡിഫിക്കൽട്ടായിട്ടുള്ള ആ ഒരു വഴി ചൂസ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് ദൈവത്തിന് അറിയാം. കാരണം നിങ്ങൾ എന്ത് സാഹസികമായിട്ടുള്ള കാര്യങ്ങളും നേരിടാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ദൈവം മനഃപൂർവ്വമായിട്ട് നിങ്ങളെ സാഹസികരാക്കി മാറ്റാൻ വേണ്ടി ഇങ്ങനെയുള്ള വഴികൾ തരുന്നതാണ് മുന്നിൽ. ചില സമയം സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എന്തുമാത്രം ട്രബിൾ ലഭിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ നോക്കാൻ പാടില്ല. മുന്നോട്ട് പോയിട്ട് നമുക്ക് എന്ത് സന്തോഷമാണ് ലഭിക്കുന്നത് എന്ന് മാത്രം നമ്മൾ നോക്കുക. ചിലപ്പോൾ ആ ഒരു സ്ട്രഗിള് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇതായിരിക്കാം. പക്ഷേ നിങ്ങൾ ആ ഒരു സ്ട്രഗിളിനെ എടുത്ത് വിഷമിച്ചിരുന്നാൽ മുന്നോട്ടുള്ള ആ ഒരു സന്തോഷം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ എന്ത് ട്രബിൾ വന്നാലും നമ്മളത് കാണാതെ പോവുക. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്ട്രഗിൾ നേരിട്ടിട്ടുള്ളവരാണ് എങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ നേർ വിപരീതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കൂ. ഇവിടെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി കണ്ട് ഒരിക്കലും പേടിക്കരുത്. കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ആ ഒരു വിജയം സുനിശ്ചിതമാണ്. എനിക്കറിയാം നിങ്ങളുടെ ആ ഒരു വഴി വളരെ കഠിനമാണെന്ന്. പക്ഷേ ആ ഒരു കഠിനമായിട്ടുള്ള വഴിക്കപ്പുറം ഒരു വലിയൊരു വിജയം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴും ദൈവം ദുഃഖം തരത്തില്ല. ഒരു ദിവസം സന്തോഷം ഉറപ്പായിട്ടും തരിക തന്നെ ചെയ്യും. ഇന്ന് ദുഃഖമാണെങ്കിൽ നാളെ സന്തോഷമായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് എന്തെങ്കിലും രീതിയിൽ ഗീവ് അപ്പ് ചെയ്യണം, അല്ല എങ്കിൽ കൺഫ്യൂഷൻ, എനിക്ക് ഈ വഴി കൂടെ പോയാൽ സക്സസ് ലഭിക്കത്തില്ല, വേറെ വഴി ചൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ വരുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ മനസ്സും ശരീരവും ശാന്തമാക്കി വയ്ക്കുക, ഏകാഗ്രമാക്കി വയ്ക്കുക. വീണ്ടും ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് സക്സസ് എത്താൻ സാധിക്കും. ഒരിക്കലും ഒരു സിറ്റുവേഷനിലും പതറാൻ പാടില്ല. അങ്ങനെ ഒരു പതർച്ചയും ഇല്ലാതെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വിജയം ഉറപ്പാണ് നിങ്ങൾക്ക്. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അത് മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരുന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ എല്ലാ പേരും പോകുന്ന വഴിയിൽ കൂടെയല്ല നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ വഴി വ്യത്യസ്തമാണ്. ഇവിടെ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ആ ഒരു സാഹസികതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കഠിനമായിട്ടുള്ള എല്ലാവരും പോകാത്ത വഴിയിൽ പോവാതെ വേറൊരു വഴി ചൂസ് ചെയ്തത്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒത്തിരി സ്ട്രഗിൾ കിട്ടാതിരിക്കത്തില്ല. പക്ഷേ നിങ്ങൾക്ക് വലിയൊരു വിജയവും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ നല്ല കർമ്മം നിങ്ങൾക്ക് വലിയൊരു സന്തോഷത്തെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുതരുന്നതാണ്. ഇവിടെ നിങ്ങൾ നാളത്തെ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നില്ല. നാളെ എന്ത് സംഭവിക്കും എന്നാലോചിച്ച്. കാരണം നിങ്ങൾ വെറുതെ അതിനുവേണ്ടി സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. ചില പോയിന്റിൽ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ സ്റ്റക്കാക്കി വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു കാര്യം പൂർണ്ണമായില്ലെങ്കിൽ മുന്നോട്ടുള്ള ലൈഫിൽ ഞാൻ എങ്ങനെ കാര്യങ്ങൾ നേരെയാക്കും എന്നുള്ള പേടി നിങ്ങൾക്ക് ഉണ്ട്. ഞാൻ പറയുന്നത് പാസ്റ്റിലെ കാര്യങ്ങൾ ചിന്തിക്കുന്നത് നിർത്തുക. നിങ്ങൾ റിലീസാക്കുക പാസ്റ്റിനെ. കാരണം പാസ്റ്റിലെ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്തമാണ്. കാരണം പാസ്റ്റിൽ കഴിഞ്ഞു പോയത് കഴിഞ്ഞു. അതിന് ഇനി ആവശ്യമില്ലാതെ ആലോചിച്ച് വിഷമിക്കാൻ പാടില്ല. മുന്നോട്ട് ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ നോക്കുക. ഇവിടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തരുന്നതാണ്. അത് നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഭയങ്കരമായിട്ട് ആവശ്യപ്പെട്ട് ദൈവത്തിനോട് ആഗ്രഹിച്ച് വിഷ് ചെയ്തത് ആ ഒരു കാര്യങ്ങളെല്ലാം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ മനസ്സിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇലൂഷൻ ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അതിൽ നിന്ന് പുറത്ത് വരാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്, ഓവർ തിങ്കിങ് ചെയ്യുകയാണ്. ദയവ് ചെയ്ത് അത് നിർത്തുക. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം പറയുക. എത്രത്തോളം നിങ്ങളുടെ ഊർജ്ജത്തെ നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി വരുന്നതാണ്.
ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു വഴിയിൽ കൂടെ പോകുന്ന ആ ഒരു സ്പീഡെന്ന് പറയുന്നത് അത് കൂട്ടുന്നതാണ്. അതായത് നിങ്ങൾ വയ്യ 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 എന്ന് പറഞ്ഞാണ് പൊയ്ക്കൊണ്ടിരുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു വയ്യായ്കയെല്ലാം മാറി നിങ്ങൾ നിങ്ങളുടെ ട്രാക്കിൽ വരുന്നതാണ്. സ്പീഡായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. അതായത് ഒരു കാര്യം നടക്കേണ്ട സമയമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 4 ദിവസമായിരിക്കും. പക്ഷെ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ 1 അല്ല 2 ദിവസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം നടത്തിയെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു സ്പീഡ് കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്ത് കാര്യം ചെയ്യാനും ഉള്ള. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈം വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങളുടെ ഡിവൈൻ ടൈം വന്നു കഴിഞ്ഞു എന്ന് പറയാൻ കാരണം ചില കാര്യങ്ങൾ വളരെ ഡിലേയിലാണ് നിങ്ങളുടെ ലൈഫിൽ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, വളരെ സ്മൂത്തായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയം ഗുരുവിൻ്റെ ആ ഒരു കൃപ നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒന്നിന് പിറകെ ഒന്നായിട്ട് സ്പീഡിൽ കാര്യങ്ങൾ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത് നിങ്ങളുടെ പെർഫെക്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ എത്ര തന്നെ വലിയ ജോലി ആയാലും നിങ്ങളുടെ അത് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എന്തെങ്കിലും ലോണിന് വേണ്ടി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ലോൺ കിട്ടാൻ താമസിക്കുന്നു, ഈ ഒരു സമയം ആ ലോൺ നിങ്ങൾക്ക് അപ്രൂവലായിട്ട് കിട്ടുന്നതായിട്ട്, അതായത് എന്ത് കാര്യമായിക്കൊള്ളട്ടെ നിങ്ങളുടേത്, അതിൻ്റെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാം താമസിച്ചാണ് കിട്ടുന്നത്. പക്ഷേ താമസിച്ച് കിട്ടിയാലും വളരെ ബെസ്റ്റായിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ പല പ്രാവശ്യവും ദൈവത്തിനോട് ഈ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ദൈവമേ, എൻ്റെ ലൈഫിൽ അങ്ങ് ന്യായത്തിന് പകരം ഒത്തിരി അന്യായങ്ങളാണ് എനിക്ക് തന്നത് എന്ന്. ഒരു പരിഭവം എന്ന പോലെ നിങ്ങൾ പല പ്രാവശ്യവും പറയാറുണ്ട് ദൈവത്തിനോട്. ഈ ഒരു സമയം നിങ്ങളുടെ കൂടെ ന്യായം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ആ ഒരു ന്യൂസും നിങ്ങളുടെ കാതുകളിൽ എത്തുന്നതാണ്. ഇവിടെ നിങ്ങളുടെ കൂടെ ന്യായമാണോ അന്യായമാണോ നടന്നത് എന്നുള്ള കാര്യത്തിലുള്ള ഒരു ഇത് നിങ്ങൾക്ക് വരാൻ പോകുന്ന മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ അങ്ങനെ ഒരു അന്യായം അന്ന് നടന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും. സമയം വളരെ ബലവാനാണ്. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സമയം ആ ഒരു വേദനയുടെ മേൽ ന്യായം പ്രവർത്തിക്കുക തന്നെ ചെയ്യുന്നതാണ്. മോശം ആൾക്കാർക്കും ഡെസ്റ്റിനി ഒരു അവസരം കൊടുക്കും. അതേപോലെ അവർക്കൊരു അവസരം ആദ്യം ദൈവം കൊടുക്കും. എന്നിട്ടും അവർ മാറുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും അവരുടെ മേൽ അവർ ചെയ്ത തെറ്റിൻ്റെ ആ ഒരു കർമ്മഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് ഈശ്വരൻ പറയുന്നത്. കാരണം നിങ്ങൾ നിങ്ങളുടെ ജോലി അത്രമാത്രം ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയാണ്. നിങ്ങൾ ഹെൽത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ കുറച്ചൊന്ന് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കണമെന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. കുറച്ചൊന്ന് ഇതിലൊരു മാറ്റം നിങ്ങൾ കൊണ്ടുവരിക. കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ വർക്ക് ചെയ്യൂ. കാരണം നിങ്ങളുടെ ആരോഗ്യവും കൂടെ നിങ്ങൾ ആദ്യം നോക്കണം. നിങ്ങൾ സ്വയം ആരോഗ്യമായിട്ടിരുന്നാൽ മാത്രമേ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ആ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ റെസ്പോൺസിബിലിറ്റിയൊക്കെ ഏറ്റെടുക്കണമെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് നല്ലതായിട്ടിരിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോഴേ നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പേടി ഉള്ളിലുള്ളതുപോലെ തോന്നുന്നു. ഇവിടെ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നല്ലത് സംഭവിക്കുമ്പോഴും ഇങ്ങനെ വരാറുണ്ട്. നിങ്ങൾ ഈ ഒരു സമയം ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. കാരണം നിങ്ങളുടെ മനസ്സ് വിഷമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ പേടി ഉണ്ടാവുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എനർജിയെ ബാലൻസിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒന്നും മോശം സംഭവിക്കത്തില്ല, എല്ലാം നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ എന്ന് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. ഞാൻ മുന്നോട്ടുള്ള ആ ഒരു ജേർണിക്ക് വേണ്ടി തയ്യാറാണ്, എനിക്ക് ഒരു രീതിയിലുമുള്ള ഒരു സ്ട്രെസ്സും ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇവിടെ നിങ്ങളുടെ എന്ത് സ്വപ്നമാണോ ഉള്ളത് അത് പൂർണ്ണമായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. ഒരു കൺഫ്യൂഷനും വയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം വരാൻ പോകുന്ന സമയം ആ ഒരു ആഗ്രഹങ്ങളെല്ലാം പൂർണ്ണമാകുന്നതാണ്. ഒരു കാര്യം മറ്റൊരു കാര്യവുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. അത് നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് എന്തായിക്കൊള്ളട്ടെ, നിങ്ങൾ ലൈഫിൽ ശാന്തിയും സമാധാനം വേണം, പൈസയുടെ ബുദ്ധിമുട്ട് മാറണം, അവസരങ്ങൾ ഉണ്ടാവണം, നിങ്ങൾക്ക് ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവണം, റിലേഷൻഷിപ്പിൽ മാറ്റം ഉണ്ടാവണം, എന്തായാലും
എന്തായിക്കൊള്ളട്ടെ നിങ്ങളുടെ പ്രശ്നം, അതിലൊരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങളുടെ സ്വപ്നം പൂർണ്ണമായി കഴിഞ്ഞു എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ച് മുന്നോട്ട് പോവുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈം വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ സ്വപ്നം പൂർണ്ണമാകും എന്ന് തന്നെ പറയുന്നത്. ഇവിടെ നിങ്ങൾ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു സോളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് തടുക്കാൻ ആർക്കും സാധിക്കത്തില്ല. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് ഉള്ളത്. അതായത് നിങ്ങൾ എന്താണോ ഇമാജിനേഷൻ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാനുള്ള ഒരു പവറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യമായിക്കൊള്ളട്ടെ അത് പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ ഇമാജിനേഷൻ ചെയ്യുക. ആ ഒരു കാര്യം പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്. നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിയുണ്ട്, പക്ഷേ നിങ്ങളുടെ ആ ഒരു ഇമാജിനേഷൻ പവർ എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് വരദാനം പോലെ നിങ്ങൾക്ക് ദൈവം തന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു വരദാനം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എന്ത് കാര്യമായിക്കൊള്ളട്ടെ അത് നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഇമാജിനേഷൻ ചെയ്യുക നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഇമാജിനേഷൻ പവർ കൊണ്ട് നിങ്ങൾ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സ്വപ്നം എന്താണോ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങളുടെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇവിടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ലൈഫ് ആ ഒരു ഓൾഡ് പാറ്റേണെ ഉറപ്പായിട്ടും തകർക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ ആ ഒരു പഴയ പാറ്റേൺ വെച്ച് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ വീണ്ടും പഴയ ആ ഒരു എനർജിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. അപ്പോഴും അവരുടെ എല്ലാ പ്ലാനിങ്ങും നിങ്ങൾ തകർക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾക്ക് പാസ്റ്റിലെ കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ അപ്പോൾ തന്നെ അവരോട് സ്റ്റോപ്പ് ചെയ്യാൻ പറയും. ചില സമയം നിങ്ങളായിരിക്കും ഓൾഡ് കാര്യങ്ങൾ ആലോചിച്ച് ഇരിക്കുന്നത്. കാരണം വരാൻ പോകുന്ന ആ ഒരു ചേഞ്ചസിനെ നിങ്ങൾ സ്വീകരിക്കാതെ ഓൾഡായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളായിട്ട് തന്നെ ആ ഓൾഡ് കാര്യങ്ങൾ ചിന്തിക്കുന്നത് നിർത്തുന്നതാണ്. ഇവിടെ നിങ്ങൾ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ചേഞ്ചസ് ആദ്യം ഉണ്ടാകുന്നത് നിങ്ങളുടെ ബുദ്ധിയിലാണ്. ബുദ്ധി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഇമാജിനേഷൻ പവർ കൂടും. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിക്കാൻ വേണ്ടി എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്യും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് സ്ഥിതി ആയിക്കൊള്ളട്ടെ, എന്ത് വ്യക്തികളായിക്കൊള്ളട്ടെ, എന്ത് മോശം സാഹചര്യം എന്തായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് ഈ ഒരു സ്ഥിതിയിൽ കൂടെ മുന്നോട്ട് പോയാൽ എനിക്ക് സക്സസ് ലഭിക്കുമെന്ന് നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ വഴിയിൽ കൂടെ പോവുക. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രീംസിൽ നിങ്ങളെ എത്തിപ്പിക്കുന്ന സമയമാണ്. ഇവിടെ എന്തായാലും നിങ്ങളുടെ വഴിയിൽ ഒത്തിരി തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ആൾക്കാർ ഉറപ്പായിട്ടും ഉണ്ടാകും. പക്ഷെ അവരെയൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഇവിടെ ഈ ഒരു വ്യക്തികൾ ഒരു ലൂപ്പിൽ നിങ്ങളെ വീണ്ടും അകപ്പെടുത്താൻ ശ്രമിക്കും. കാരണം നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല. അതിനു വേണ്ടി ഇവർ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഇവരുടെ ആ ഒരു പ്ലാനിങ് കണ്ടിട്ട് സ്റ്റക്കാവാൻ പാടില്ല. മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക. ഇവിടെ നിങ്ങളുടെ ബുദ്ധി നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്ന് ഇങ്ങനെയുള്ള ആൾക്കാർ എന്തൊക്കെയാണ് നിങ്ങൾക്കെതിരെ ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാൻ വേണ്ടി സഹായിക്കും. ഇങ്ങനെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിച്ചാൽ മാത്രമേ മോശം സ്ഥിതികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും മുമ്പേ തന്നെ നിങ്ങൾക്ക് തടയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ചില ആൾക്കാർക്ക് ഒരു ദേഷ്യം, അതായത് എനിക്ക് അവരോട് പകരം വീട്ടണം, അവരെന്നോട് കാണിച്ച് അത്രയ്ക്ക് മോശമായിട്ടാണ് എന്നുള്ള ഒരു ഭാവം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാവം വേണ്ട, നമുക്ക് ആരോടും ഒരു ദേഷ്യവും വേണ്ട. അതങ്ങ് ക്ഷമിച്ച് കളയുക നിങ്ങൾ. കാരണം ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഈശ്വരൻ അത് കണ്ടിട്ടുണ്ട്. ഈശ്വരൻ അതിനുള്ള ആ ഒരു ശിക്ഷ അവർക്ക് കൊടുത്തോളും എന്ന് വിചാരിക്കുക. പിന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മോശം സ്ഥിതികൾ ആരൊക്കെ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അത് ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ ആ ഒരു ലക്ക്, നിങ്ങളുടെ ആ ഒരു ഭാഗ്യം ആ സ്ഥിതികളിൽ നിന്നെല്ലാം നിങ്ങളെ പുറത്തു കൊണ്ടുവരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പവിത്രമായിട്ടുള്ളൊരു ആത്മാവായതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും തെറ്റായ ഡയറക്ഷൻ ഒരിക്കലും ചൂസ് ചെയ്യത്തില്ല. നിങ്ങളെ തെറ്റായ ഡയറക്ഷനിൽ കൊണ്ടുവരുവാൻ ഇങ്ങനെയുള്ള ആൾക്കാർ ശ്രമിക്കും. പക്ഷേ നിങ്ങൾ ഒരിക്കലും അത് ചൂസ് ചെയ്യത്തില്ല. ഇവിടെ നിങ്ങളുടെ പാസ്റ്റിൽ എന്തൊക്കെ മോശം കാര്യങ്ങളാണോ സംഭവിച്ചത് അതിനൊക്കെ ഒരു റീസൺ ഉണ്ട്. കാരണം ചുമ്മാ ഒരു കാര്യവും നടക്കത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ പാസ്റ്റിൽ എന്തുമാത്രം വിഷമമാണ് സഹിച്ചത് എന്ന്. പക്ഷേ നിങ്ങൾക്ക് പ്രാപ്തമാകുന്ന ആ ഒരു സന്തോഷമെന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും.
നിങ്ങൾക്ക് ഇപ്പോഴത്തെ സമയത്ത് ഒരു സ്വർണം വാങ്ങിക്കണമെങ്കിൽ എന്തുമാത്രം പൈസ കൊടുക്കണം? അതേപോലെയാണ് നിങ്ങൾക്ക് ഒരു സന്തോഷം ലഭിക്കണമെങ്കിൽ അതിന് ഒത്തിരി വലിയ വില നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു എന്ന് മാത്രം ചിന്തിക്കുക. നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്ലാനിങ് പോലും തകർത്ത് കളഞ്ഞു. അതായത് അവർ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളെ കരയിപ്പിക്കാൻ സാധിക്കും. അവർ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ സാധിക്കും. അതായത് അവരുടെ ആ ഒരു ഇഷ്ടത്തിന് പാടുകയും ആടുകയും ചെയ്യുന്ന ഒരു പാവയാക്കി മാറ്റാനാണ് അവർ ശ്രമിച്ചത്. പക്ഷെ അവരുടെ ആ പ്ലാനിങ്ങിനെ എല്ലാം നിങ്ങൾ തകർത്ത് കളഞ്ഞു. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആരെങ്കിലും നിങ്ങളോട് അവരുടെ ശക്തി എന്താണെന്ന് കാണിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ അവരോട് പറയും, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ശക്തി എന്നോട് കാണിക്കുന്നു, നാളെ സമയത്തിൻ്റെ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും എന്ന് നിങ്ങൾ അവരോട് പറയും. പിന്നെ ഒരു കാര്യം, നമ്മൾ അങ്ങനെ ഇങ്ങനെ ആർക്കും നമ്മുടെ ലൈഫിൽ നമ്മളോട് മോശം ചെയ്യാൻ വേണ്ടി അനുവദിക്കാൻ പാടില്ല. നമ്മളെപ്പോഴും ഒരു ബൗണ്ടറി സെറ്റാക്കി വെക്കണം. ആ ഒരു ബൗണ്ടറിക്കുള്ളിൽ വന്ന് ആരും നമ്മളോട് മോശം ചെയ്യാൻ പാടില്ല. ആ രീതിയിൽ ഒരു ബൗണ്ടറി നിങ്ങളും സെറ്റാക്കി വെക്കാൻ ശ്രമിക്കുക എപ്പോഴും. പിന്നെ ചില സിറ്റുവേഷൻ നിങ്ങളുടെ കൺട്രോളിന് പുറത്താണ് എങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ടും വൈറ്റ് കളറിലോട്ട് കൂടുതലായിട്ട് ഒരു അട്രാക്ഷൻ തോന്നും. അങ്ങനെ തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ശാന്തി വരാൻ പോകുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടം കൂടുതലായിട്ടും ആ നിറത്തിനോടായിരിക്കും. നിങ്ങൾ കൂടുതലായിട്ടും വൈറ്റ് ഷർട്ടിലുള്ള ആൾക്കാരെ കാണാൻ സാധിക്കും. വൈറ്റ് നിറം ധരിച്ചിരിക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. വൈറ്റ് ഫ്ലവർ, വൈറ്റ് ഫെദർ, ഇതെല്ലാം വൈറ്റ് ചിത്രശലഭം, ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ശാന്തിയും സമാധാനവും വരുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.